എസിലേക്ക് ഒരു യാത്ര പലരുടെയും വലിയൊരു സ്വപ്നമാണിത്. ആവശ്യത്തിന് പണമുണ്ട്, കൃത്യമായ രേഖകളുമുണ്ട്, മികച്ച ജോലിയുമുണ്ട്. അതുകൊണ്ട് തന്നെ US വിസ ഉറപ്പായും ലഭിക്കുമെന്ന് കരുതി ഡൽഹിയിലെ കോൺസുലേറ്റിലേക്ക് പോയ പലർക്കും ഈ അടുത്ത് കിട്ടിയത് വലിയൊരു പണിയാണ്. നമ്മൾ വിചാരിക്കാത്ത വളരെ ലളിതമെന്ന് തോന്നിക്കുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികളിലെ ചെറിയ പിഴവുകൾ കാരണം പലരുടെയും വിസ അപേക്ഷകൾ നിമിഷ നേരം കൊണ്ട് നിരസിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ ഫിഫ മാച്ച് നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ന്യൂയോർക്ക് സന്ദർശിക്കണം? ഇങ്ങനെയുള്ള സാധാരണ ചോദ്യങ്ങളാണ് പലരുടെയും US സ്വപ്നങ്ങൾ തകർത്തത്. റെഡിറ്റിൽ വൈറലായ ഒരു പോസ്റ്റിലൂടെയാണ് ഡൽഹി കോൺസുലേറ്റിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന വിസ റിജക്ഷൻ അനുഭവങ്ങൾ പുറത്തു വന്നത്. രേഖകളുടെ കുറവല്ല, മറിച്ച് അഭിമുഖത്തിലെ നിങ്ങളുടെ വ്യക്തതയല്ലാത്ത മറുപടിയാണ് വിസ നിരസിക്കാൻ കാരണമെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. എന്താണ് ഡൽഹി കോൺസുലേറ്റിൽ സംഭവിച്ചത്? വിസ ഓഫീസർമാർ എന്താണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? എന്താണ് റെഡിറ്റ് പോസ്റ്റ് എന്നുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ സംഭവം എന്താണെന്ന് നോക്കാം. അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ഫൈനൽ മത്സരം നേരിട്ട് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരാൾ വിസയ്ക്ക് അപേക്ഷിച്ചത്. ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിച്ച ഇയാളോട് വിസ ഓഫീസർ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. കഴിഞ്ഞ രാത്രി നടന്ന ഫിഫ മത്സരം നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല എന്നായിരുന്നു അപേക്ഷകന്റെ മറുപടി. ഈ മറുപടി കേട്ട വിസ ഓഫീസർ തൊട്ടു പിന്നാലെ അടുത്ത ചോദ്യം ചോദിച്ചു. ശരി, എന്നാൽ ഈ അടുത്ത് നടന്ന മറ്റേതെങ്കിലും മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനും ഇല്ല, അതും താൻ കണ്ടിട്ടില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. പിന്നീട് ഒരു ചോദ്യവും അവിടെ ഉണ്ടായില്ല. ഉടൻ തന്നെ ആ അപേക്ഷകന്റെ വിസ അവിടെ വെച്ച് തന്നെ നിരസിക്കപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും അപേക്ഷകന്റെ വിസ നിരസിച്ചത് എന്ന സംശയം ഇപ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ ഉത്തരം സിമ്പിൾ ആണ്. US യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ യാത്രാ ഉദ്ദേശത്തോട് നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നാണ് ഓഫീസർ പരിശോധിക്കുന്നത്. ഫിഫ ഫൈനൽ കാണാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അമേരിക്കയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാൾ തൊട്ടു മുമ്പ് നടന്ന മത്സരങ്ങൾ പോലും കാണാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അയാളുടെ യാത്രാ ഉദ്ദേശം വ്യാജമാണെന്ന് ഓഫീസർക്ക് തോന്നും. കൃത്യമായ താല്പര്യമില്ലായ്മയാണ് ഇവിടെ വിസ നിഷേധിക്കാൻ കാരണമായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അനുഭവം എന്താണെന്ന് നോക്കാം. ഇതിലും കൗതുകകരമാണ് രണ്ടാമത്തെ അനുഭവം. ഒരു അപേക്ഷകൻ തന്റെ യാത്രാ പ്ലാനിൽ ന്യൂയോർക്കും ചിക്കാഗോയും സന്ദർശിക്കുമെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അഭിമുഖത്തിനിടയിൽ ഓഫീസർ ഇയാളോട് ചോദിച്ച ചോദ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ന്യൂയോർക്ക് നഗരം സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നതാണ്. എന്താണ് അതിന്റെ പ്രധാന കാരണം? അതിന് മറുപടിയായി അപേക്ഷകൻ പറഞ്ഞത് അത് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് എന്നാണ്. ആ ഒരൊറ്റ മറുപടിയിൽ അയാളുടെ വിസ അപേക്ഷയും റിജക്റ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് നിരസിച്ചു എന്ന് ചോദിച്ചാൽ പ്രശസ്തമായ സ്ഥലം ആയതുകൊണ്ട് പോകുന്നു എന്നത് വളരെ ബലഹീനവും അർത്ഥശൂന്യവുമായ ഒരു മറുപടിയാണ്. വിസ ഓഫീസർമാർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വ്യക്തവും വ്യക്തിപരവുമായ കാരണങ്ങളാണ്. ന്യൂയോർക്കിലെ ഏത് പ്രത്യേക സ്ഥലമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അപേക്ഷകന് ഉണ്ടായിരിക്കണം. വെറുതെ ഫേമസ് എന്ന് പറയുന്നത് നിങ്ങളുടെ യാത്രയ്ക്ക് കൃത്യമായ പ്ലാൻ ഇല്ലാത്തതിന്റെ തെളിവായി അവർ കണക്കാക്കും. ഡൽഹി കോൺസുലേറ്റിൽ നടന്ന മൂന്നാമത്തെ സംഭവം കുറച്ചുകൂടി നാടകീയമായിരുന്നു. ഇത് നാലാമത്തെ തവണയാണ് ഒരാൾ US വിസയ്ക്കായി ഇന്റർവ്യൂവിന് വരുന്നത്. മുൻപ് 3 തവണ ഇയാളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടിരുന്നു. ഇത്തവണയും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ എത്തിയ ഇയാളോട് വിസ ഓഫീസർ കർശനമായ ഭാഷയിലാണ് സംസാരിച്ചത്. നിങ്ങളുടെ അപേക്ഷയിൽ പുതിയതായി ഒന്നും തന്നെ ചേർക്കാനില്ലെങ്കിൽ ഇനി മേലാൽ വിസയ്ക്ക് അപേക്ഷിക്കരുത് എന്നും പറഞ്ഞ് വിസ വീണ്ടും നിരസിക്കപ്പെട്ടു. ഇത് കേട്ടതോടെ അപേക്ഷകൻ ഓഫീസറോട് തർക്കിക്കാനും യാചിക്കാനും തുടങ്ങി. വൈകാരികമായ ഈ രംഗങ്ങൾക്കൊടുവിൽ സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് ഇയാളെ കോൺസുലേറ്റിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരിക്കൽ വിസ നിഷേധിക്കപ്പെട്ടാൽ നിങ്ങളുടെ സാമ്പത്തിക നിലയിലോ യാത്രാ ഉദ്ദേശത്തിലോ വ്യക്തമായ പുരോഗതിയോ മാറ്റങ്ങളോ വരുത്തിയ ശേഷം മാത്രമേ വീണ്ടും അപേക്ഷിക്കാവൂ. മാറ്റങ്ങളൊന്നുമില്ലാതെ ആവർത്തിച്ച് അപേക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലിനെ കൂടുതൽ ദോഷകരമായി ബാധിക്കും. കൂടാതെ വിസ ഓഫീസറോട് തർക്കിക്കുന്നത് ഭാവിയിൽ വിസ ലഭിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതെയാക്കും. ഇത്രയധികം റിജക്ഷനുകൾ കൺമുൻപിൽ കണ്ടിട്ടും ഈ അനുഭവങ്ങൾ റെഡിറ്റിൽ പങ്കുവച്ച വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ വിസ അനുവദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിമുഖം വളരെ ശാന്തവും വ്യക്തവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫൈലും മറുപടികളും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മാസത്തിൽ 2 ലക്ഷം രൂപയോളം ശമ്പളമുണ്ട്. സ്വന്തം ചെലവിലാണ് യാത്രയും. കൂടാതെ അച്ഛന് സ്വന്തമായി ബിസിനസ്സും നിരവധി പ്രോപ്പർട്ടികളും ഉണ്ട്. ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയും
സ്വന്തം നാട്ടിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവും വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ പ്ലാൻ ഇതായിരുന്നു: അമേരിക്ക സന്ദർശിക്കുക, അവിടെ ഒരു സുഹൃത്തിനെ കാണുക. വിസ ഓഫീസർ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടികൾ നൽകി. നിങ്ങൾ എവിടെയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നായിരുന്നു ഓഫീസറുടെ ചോദ്യം. ഞാൻ പൈക്ക് പേസ് മാർക്കറ്റും ലേക്ക് യൂണിയനും സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നു. എന്റെ യാത്രയുടെ പ്രധാന ആകർഷണം അവിടെ വെച്ച് സ്കൈ ഡൈവിംഗ് ചെയ്യുക എന്നതാണ് എന്നും അദ്ദേഹം മറുപടി നൽകി. വിസ ഓഫീസറുടെ അടുത്ത ചോദ്യം നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്തുമായി എന്താണ് ബന്ധമെന്നാണ്. അതിന് അദ്ദേഹം അവൾ എന്റെ കോളേജ് സുഹൃത്താണെന്ന് മറുപടി നൽകി. ആദ്യം അവൾ ജോർജിയയിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴാണ് ഞാൻ യാത്ര പ്ലാൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവൾ പഠനം കഴിഞ്ഞ് സീറ്റിലിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. അവൾ എന്റെ വെറും ഒരു സുഹൃത്ത് മാത്രമാണ്, ഗേൾഫ്രണ്ടോ പ്രതിസുത വധുവോ അല്ല. നിങ്ങളുടെ മുൻകാല യാത്രാ ചരിത്രം എങ്ങനെയുണ്ട് എന്നായിരുന്നു അടുത്ത ചോദ്യം. താൻ മുൻപ് കാനഡ, ജോർജിയ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായി മറുപടി നൽകി. ശേഷം വിസ ഓഫീസർ അദ്ദേഹത്തിന്റെ വിസ അപ്രൂവ് ചെയ്തു. അദ്ദേഹത്തിന് കൃത്യമായ യാത്രാ പ്ലാൻ ഉണ്ടായിരുന്നു. സുഹൃത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒളിച്ചുകളിയില്ലാതെ കൃത്യമായ മറുപടി നൽകി. എല്ലാറ്റിനുമുപരി മുൻപ് മറ്റ് പല വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് കൃത്യസമയത്ത് നാട്ടിൽ തിരിച്ചെത്തിയ ചരിത്രം അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. റെഡിറ്റിൽ വൈറലായ ഈ അനുഭവങ്ങൾ US വിസയ്ക്ക് ശ്രമിക്കുന്ന ഏതൊരാൾക്കും വലിയൊരു പാഠമാണ്. അമേരിക്കൻ വിസ ലഭിക്കാൻ ബാങ്ക് അക്കൗണ്ടിലെ പണമോ രേഖകളോ മാത്രം പോരാ. അഭിമുഖത്തിൽ വിസ ഓഫീസർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടിയിലെ വ്യക്തത, ആത്മവിശ്വാസം, പരസ്പര വിരുദ്ധമല്ലാത്ത മറുപടികൾ എന്നിവയാണ് പ്രാധാന്യം. നിങ്ങളുടെ യാത്രാ ഉദ്ദേശം കൃത്യമായിരിക്കണം. ലളിതമായ ചോദ്യങ്ങൾക്ക് പോലും ഗൗരവത്തോടെ കണ്ട് കൃത്യമായ മറുപടികൾ നൽകാൻ ശ്രദ്ധിക്കണം.